ഇപ്പൊ പല സോഷ്യൽ മീഡിയയിലും തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞ PKF, ഇതിന്റെ ഫുൾ ഫോം അറിയത്തില്ല, പലരും അതിനെ പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ചിലരും അതിനെ TKF എന്ന് വരെ പറഞ്ഞു കേട്ടു. ഇത് ആക്ച്വലി PKF ആണ്, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ, അത്രേ ഉള്ളൂ. ഇത് തീവ്രവാദ സംഘടന എന്ന് ചേച്ചി തന്നെ പറയുന്നുണ്ട്. കോമഡി എന്താന്ന് വെച്ചാൽ ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ ചേച്ചി ഇട്ടിരിക്കുന്നത് കോ ഫൗണ്ടർ ഓഫ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നാണ്. അപ്പൊ ഇത് തീവ്രവാദ സംഘടനയാണെങ്കിൽ പുള്ളിക്കാരി ആരാ? അതിന്റെ കോ ഫൗണ്ടർ. അപ്പൊ ആ തീവ്രവാദ സംഘടനയുടെ കോ ഫൗണ്ടർ പറഞ്ഞ തീവ്രവാദ സംഘടനല്ലോ. ഈ PKF ഇവരിത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് വക്കീൽ പറഞ്ഞതാണ്, ഒന്നെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഇഷ്യൂസ് വന്നു, കൂടാതെ ഈ പേര് പോയി കിട്ടും, ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എന്നുള്ള പേര് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് ഇവർക്കൊരു ഷെയിമാണ്. വെച്ചാൽ ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു കുറവ് പോലെയൊക്കെ ചേച്ചിക്ക് തോന്നുന്നു. ചേച്ചിക്ക് മാത്രമല്ല, ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്ന പല ബന്ധുക്കാർക്കും അതങ്ങനെ പറയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ കോ ഫൗണ്ടർ എന്ന് കൊടുത്ത്, ചാരിറ്റബിൾ ട്രസ്റ്റിനില്ല, ഫൗണ്ടേഷനായിട്ട് അവർ ഇപ്പോൾ കച്ചറയാണ്, അതാണ് വാസ്തവം. പക്ഷെ എന്നാലും അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോൾ ഞാൻ ഫിലോക്കാലിയ ഫൗണ്ടേഷന്റെ എന്തോ ഇതാണെന്നുള്ള ലെവലിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫൗണ്ടേഷന്റെ കോ ഫൗണ്ടർ എന്ന് പറഞ്ഞ് ഇതാക്കി ഇവർ ഇത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ വക്കീൽ പറഞ്ഞ പ്രകാരം എന്ത് കേട്ടുന്നു, ചേച്ചി, ബ്രദർ, ഇവർ മൂന്നുപേരും റിസൈൻ ലെറ്റർ ഇട്ടു. അങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട, ഈ പേര് നിലനിർത്താനായാലും വേണ്ടിയിട്ട് ഇത് വേറെ ആരെങ്കിലും വെച്ചിട്ട് ബ്രദർ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നു ബ്രദറിനോട് വക്കീലാണ് പറഞ്ഞെന്ന് വക്കീലും പറഞ്ഞു, ബ്രദറും പറഞ്ഞു.